അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് SOPLൻ്റെ ഒരു ക്വസ്റ്റിനും കൂടി ഞാൻ എന്തായാലും ഗ്രൂപ്പിലിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലിട്ട് നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ SOFP എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേത് SOPL എന്ന് പറയുന്ന പോലെ ബാലൻസ് ഷീറ്റിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, SOFP എന്ന് പറയാം. എന്താ SOFP എന്ന് പറഞ്ഞാൽ? എന്താ SOFP എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പൊസിഷൻ. ഒരു കാര്യം പറയാം, നമുക്ക് എന്തായാലും എക്സാം മിക്കവാറും ജൂണിലായിരിക്കും. കാരണം 4th സെമസ്റ്ററിന് എക്സാമാണ് ആദ്യം നടക്കുന്നത് കേട്ടോ, മെയ് 19 കേട്ടോ. അല്ല, മെയ് 19 4th സെമ്മിൻ്റെ എക്സാം നടക്കണേ. ജൂൺ 19 വന്നിട്ടുള്ളത്. സെക്കൻഡ് ഇപ്പോൾ പറയാം, ഇപ്പൊ പറയാം. എന്താ ജൂൺ 19 അല്ലേ? അപ്പൊ എന്തായാലും ചിലപ്പോൾ നിങ്ങളുടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. സാധാരണ മെയിൽ അങ്ങനെ വെക്കാറില്ല, കാരണം വെക്കേഷനൊക്കെ അല്ലേ. പക്ഷെ എന്നാലും യൂണിവേഴ്സിറ്റി എക്സാമുകൾ ചിലപ്പോൾ കയറി വരാം, കാരണം 2nd സെമസ്റ്റർ എക്സാം നടക്കേണ്ട സമയമായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതുവരെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിലോട്ട് പോകാം. ബാലൻസ് ഷീറ്റ് ഓക്കെ, പറഞ്ഞോട്ടെ. റെഡി അല്ലേ എല്ലാവരും? സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒരു കാര്യം പറയാം കേട്ടോ, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഇതുവരെ പഠിച്ച ഫോർമാറ്റ് അല്ല ആക്ച്വലി. കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് നമ്മൾ എഴുതുക. അസറ്റ് ആദ്യം എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ ലൈബിലിറ്റി, അല്ലെങ്കിൽ ലൈബിലിറ്റീസ് ആദ്യം എഴുതിയിട്ട് അസറ്റ് താഴെ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഏറ്റവും നല്ലത് ലൈബിലിറ്റി ആദ്യം എഴുതിയാൽ മതി കേട്ടോ. ഇത് നമ്മുടെ PK ലാസർസാൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾ ആദ്യം എന്ത് എഴുതിയാൽ മതി, ലൈബിലിറ്റീസ് എഴുതിയാൽ. അപ്പോൾ ലൈബിലിറ്റീസ് ആദ്യം പറയട്ടെ ഞാൻ. ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ലൈബിലിറ്റീസ് എഴുതിയിട്ട് അസറ്റ് എഴുതിയാൽ മതി കേട്ടോ. ഈ ലൈബിലിറ്റീസിലൊരു 3 ഹെഡ് വരുന്നുണ്ട്: ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റീസ്, കറണ്ട് ലൈബിലിറ്റീസ്. അപ്പോൾ എത്രയൊക്കെ ഹെഡാണ് വരുന്നത് ഒന്ന് പറഞ്ഞാൽ? ഏതൊക്കെ ഹെഡ്? കറണ്ട് ലൈബിലിറ്റീസ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലൊക്കെ കാണിക്കില്ലേ ബാലൻസ് ഷീറ്റിൽ? ഈ ക്യാപിറ്റലൊക്കെയാണ് നമ്മൾ അതിനകത്ത് കാണിക്കുക, ഷെയർ ക്യാപിറ്റൽ, റിസർവുകളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റിയുടെ താഴെ നമ്മൾ കാണിക്കുന്ന 2 ഐറ്റംസ് ഉണ്ട്. ഒന്നെന്താ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 2 അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇക്വിറ്റിയുടെ അണ്ടറിൽ വരുന്ന 2 ഐറ്റം ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താ? റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഒരു കാര്യം പറയാം, ഈ ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്താ കാണിക്കാന്ന് അറിയോ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ക്യാപിറ്റൽ. അത് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആവാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആവാം, ഏത് ക്യാപിറ്റൽ വേണമെങ്കിലും ആവാം. പക്ഷേ ഓതറൈസ്ഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല, വെറുതെ കാണിക്കുള്ളൂ, അത് ടോട്ടലി ചെയ്യില്ല, അത് എടുക്കാറില്ല. അത് പ്രോബ്ലം എടുക്കുമ്പോൾ ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ഓരോ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മൊത്തം ക്യാപിറ്റലാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണിക്കുക. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അടുത്താണ് അതർ ഇക്വിറ്റി. ഈ അതർ ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതായത് റിസർവുകൾ, ജനറൽ റിസർവുകൾ, സെക്യൂരിറ്റീസ് പ്രീമിയം. സർപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. നമ്മുടെ SOPL പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അവസാനം പ്രോഫിറ്റ് കിട്ടില്ലേ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടില്ലേ? ടാക്സ് ഒക്കെ അടച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് അവസാനം നമുക്ക് കിട്ടാറില്ലേ? SOPL പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടാറില്ലേ? ആ പ്രോഫിറ്റ് നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണ്ടേ? ഈ അതർ ഇക്വിറ്റിയിൽ വേണം കാണിക്കാൻ. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാ? ജനറൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവുകൾ ഉണ്ടെങ്കിൽ പ്രൊവിഷൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സർപ്ലസ്, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും കാണിക്കാം കേട്ടോ. യെസ്. അപ്പോൾ 2 ഐറ്റംസ്, 2 ഹെഡാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും. ആ 2 കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി നോൺ കറണ്ട് ലൈബിലിറ്റീസ്. നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലാത്ത ലൈബിലിറ്റീസ് ആണ്. അതിനകത്ത് ബോറോയിങ്, നമ്മൾ എവിടെയെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം.
ട്രേഡ് പേയബിൾ, അത് ലോങ് ടേം ട്രേഡ് ഇതിൽ നിങ്ങൾ എല്ലാ ഹെഡും എഴുതണമെന്നില്ല കേട്ടോ ബാലൻസ് ഷീറ്റ്. കാരണം ഒരുപാട് ഹെഡ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം എഴുതിയിട്ട് വെറുതെ ഡാഷ് ഇട്ട് വെക്കണമെന്നില്ല. ഇൻ കേസ് നിങ്ങൾക്കത് അറിയാമെങ്കിൽ എഴുതിയിട്ടിച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഫോർമാറ്റ് കൃത്യമായിട്ട് ഫുള്ള് പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് എഴുതാം. ഇൻ കേസ് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ എഴുതണ്ട, ഇല്ലാത്ത സാധനങ്ങൾ എഴുതണമെന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നോൺ കറണ്ട് ലൈബിലിറ്റീസിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക, ബോറോയിങ് പഠിച്ചു വെക്കുക. എന്താ ബോറോയിങ് എന്ന് പറഞ്ഞാൽ? കടം വാങ്ങുക. നമ്മൾ ലോൺ എടുക്കില്ലേ മക്കളെ, നമ്മൾ കമ്പനികളിൽ നിന്ന്, നമ്മൾ ഈ ബാങ്കുകളിൽ നിന്ന് നമ്മൾ ലോങ് ടേമിലേക്ക് ലോൺ എടുക്കില്ലേ? അങ്ങനെ ലോങ് ടേമിലേക്ക് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ നമ്മളിവിടെ കാണിക്കേണ്ടത് ബോറോയിങ്സിൽ വേണം കാണിക്കാൻ. ക്ലിയർ ആണോ? പിന്നെ നിങ്ങൾ പഠിക്കുക പ്രൊവിഷൻസ്. 2 തരം പ്രൊവിഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ലോങ് ടേം പ്രൊവിഷനുണ്ട്, ഷോർട്ട് ടേം പ്രൊവിഷനുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൊവിഷൻ ഉണ്ട്? ലോങ് ടേം പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വല്ല കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പ്രൊവിഷൻ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയും, പ്രൊവിഷൻ ഫോർ ഇന്ന കാര്യം. ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പ്രൊവിഷൻ ആണെങ്കിൽ നിങ്ങളത് അവിടെ എഴുതേണ്ടത് എവിടെ എഴുതണ്ടേ? നോൺ കറണ്ട് ലൈബിലിറ്റീസിലാണ് എഴുതേണ്ടത്. വെറുതെ പ്രൊവിഷൻ തരാണെങ്കിൽ എവിടെ കൊണ്ട് എഴുതണം? കറണ്ട് ലൈബിലിറ്റീസിലാണ് എഴുതേണ്ടത്. അപ്പോൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതേണ്ടത്? എവിടെ എഴുതണ്ടേ? അല്ല, നോൺ കറണ്ട്. പർട്ടിക്കുലർ പ്രൊവിഷൻ ആണെങ്കിൽ നോൺ കറണ്ട്. വെറുതെ പ്രൊവിഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തരാണെങ്കിൽ എവിടെ എഴുതണം? കറണ്ട് ലൈബിലിറ്റീസ്. നോട്ട് ചെയ്ത് വെക്കാട്ടെ എവിടെയെങ്കിലും. ഇനി ഡെഫേർഡ് ടാക്സ്. ഈ ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റീസ് ഉണ്ട്, കറണ്ട് ടാക്സ് ലൈബിലിറ്റീസ് ഉണ്ട്. ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ലൈബിലിറ്റി ആയിരിക്കുമല്ലോ, അത് നോൺ കറണ്ട് ലൈബിലിറ്റിയും. കറണ്ട് ടാക്സ് ലൈബിലിറ്റി കറണ്ട് ലൈബിലിറ്റീസ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ഈ ഡെഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ട് കേട്ടോ, ഇതേപോലെ ഡെഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ട്. അപ്പോൾ അതെവിടെ എഴുതാ? ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുമ്പോൾ എവിടെ എഴുതാ? ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലായിട്ട് നമ്മൾ അടയ്ക്കുന്ന ടാക്സും അടയ്ക്കേണ്ട ടാക്സും തമ്മിൽ ഡിഫറൻസ് ആണ് ശരിക്കും ഒരു ഡെഫേർഡ് ടാക്സ്. ഫോർ എക്സാമ്പിൾ പറയാം ഞാൻ. ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞേ. സഫ്ന. ഓക്കെ, സഫ്ന. അതായത് സഫ്നയ്ക്ക് ഒരു കമ്പനി ഉണ്ട്, സഫ്ന ഒരു ഷെയർ ഹോൾഡർ ആണ്. അപ്പോൾ സഫ്ന എന്ത് ചെയ്യുമെന്ന് അറിയോ? അടുത്ത വർഷത്തെ ടാക്സ് മുൻകൂട്ടി അടച്ചു. അടുത്ത വർഷത്തെ ടാക്സ് ഒരു അസ്യൂം ചെയ്തിട്ട് ഒരു ഏകദേശ കണക്കിൽ ഒരു 30,000 രൂപ അടച്ചു. ഓക്കെ ആണോ സഫ്ന? ഓക്കെ അല്ലേ? പക്ഷെ ആക്ച്വലി പ്രീപെയ്ഡ് ആയിട്ട് അടച്ചു. പക്ഷെ ആക്ച്വലി ടാക്സ് ഒരു 20,000 വന്നുള്ളൂ. അപ്പോൾ എത്ര എക്സസ് അടച്ചു? 30,000. 30,000 അടച്ചു മുൻകൂട്ടി, പക്ഷെ ആക്ച്വലി ഒരു 20,000 കറക്റ്റ് ആയിട്ട് ടാക്സ് വന്നുള്ളൂ. അപ്പോൾ എത്ര അടച്ചിട്ടുണ്ട് എക്സസ്? 10,000. ദാറ്റ് ഈസ് ഡെഫേർഡ് ടാക്സ് അസറ്റ്. ആ 10,000 വരെ കൂടുതലായിട്ട് അടച്ചതല്ലേ, അത് നമുക്ക് അസറ്റ് അല്ലേ കമ്പനിക്ക്, അല്ലേ? ഇത് ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ്. അതെവിടെ എഴുതും? നോൺ കറണ്ട് അസറ്റിൽ എഴുതും. ഇനി 30,000 സഫ്ന അടച്ചു, പക്ഷെ ആക്ച്വൽ ടാക്സ് വന്നത് ഒരു 50,000. അപ്പോൾ ശരിക്കും 50,000 ടാക്സ് അടയ്ക്കണം, പക്ഷെ 30 അടച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിന് എത്ര കൂടെ അടയ്ക്കാനുണ്ട്? ദാറ്റ് ഈസ് ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റീസ്. ക്ലിയർ ആയോ? ഡെഫേർഡ് ടാക്സ് അസറ്റ് ഒരു നോൺ കറണ്ട് അസറ്റും ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി ഒരു നോൺ കറണ്ട് ലൈബിലിറ്റീസും ആണ്. ക്ലിയർ ആണോ? കത്തി എല്ലാവർക്കും? എന്താ നോൺ കറണ്ട്? ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റീസ് നോൺ കറണ്ട് ലൈബിലിറ്റീസിന് അണ്ടറിലാണ് വരുന്നത്. നോക്കൂ, ഡെഫേർഡ് ടാക്സ് അസറ്റ് കാണിച്ചു തരാം ഞാൻ. അസറ്റിൽ കണ്ടോ, നോൺ കറണ്ട് അസറ്റിൽ കിടക്കുന്നുണ്ടോ? 8ാമത്തെ ഡെഫേർഡ് ടാക്സ് അസറ്റ്. കണ്ടോ മോളെ? ആ, പിന്നെന്താ സംശയം? വിനോദിന്റെ ടെക്സ്റ്റ് അല്ലേ കയ്യിലിരിക്കണേ? പിന്നെ ഏത് ടെക്സ്റ്റാ? അല്ല, ഇത് വിനോദിന്റെ അല്ല, ഇത് പി കെ ലാസർ ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോ ആണ്. വിനോദിന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് കിടക്കണേ.
ലാസ്റ്റ് ചാപ്റ്ററിൽ കേട്ടോ. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക. ഡെഫേർഡ് എന്ന് കണ്ടാൽ അത് നോൺ കറണ്ട് ആണ്. ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി ആണെങ്കിൽ അത് നോൺ കറണ്ട് ലൈബിലിറ്റി. ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണെങ്കിൽ അത് നോൺ കറണ്ട് അസറ്റ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യൂ. ഇനി ഇതിലൊന്നും പെടാത്ത വല്ല ലോങ് ടേം ലൈബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതർ നോൺ കറണ്ട് ലൈബിലിറ്റീസിൽ എഴുതുക. അപ്പോൾ നമ്മുടെ നോൺ കറണ്ട് ലൈബിലിറ്റീസ് കഴിഞ്ഞു. അതിനകത്ത് പഠിക്കേണ്ട ഒരു 3 കാര്യം ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? ബോറോയിങ്, പ്രൊവിഷൻ, ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി. ഏതൊക്കെയാണ് 3 എന്ന് പറഞ്ഞേ? ബോറോയിങ്, പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഇനി കറണ്ട് ലൈബിലിറ്റീസ് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ട ലൈബിലിറ്റീസ് ആണ്. ഇതിലും ഷോർട്ട് ടേം ബോറോയിങ്, ഷോർട്ട് ടേമിലേക്ക് നമ്മൾ വല്ല ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ലൈബിലിറ്റീസിലാണ് പെടുന്നത്. ട്രേഡ് പേയബിൾസ് എവിടെയെങ്കിലും എഴുതി വെച്ചോ കേട്ടോ. വാട്ട് ഈസ് ട്രേഡ് പേയബിൾസ്? എന്താ ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? ട്രേഡ് പേയബിൾസ് മുകളിലുണ്ട് താഴെയുണ്ട്, പക്ഷേ കറണ്ട് ലൈബിലിറ്റീസിൽ ട്രേഡ് പേയബിളാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. എഴുതി വെച്ചോ. ട്രേഡ് പേയബിൾസ് എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ ട്രേഡ് പേയബിൾസ് എഴുതണമെങ്കിൽ ക്വസ്റ്റ്യനിലെ ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും കൂടി കൂട്ടിയാൽ മതി കേട്ടോ. നോട്ട് ചെയ്തോ. ബിൽസ് പേയബിൾ, അടയ്ക്കാനുള്ള ബില്ലും കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ്, നമ്മൾ പൈസ കൊടുക്കാനുള്ളവരല്ലേ, അത് രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് പേയബിൾസ്. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ബിൽസ് പേയബിളും സണ്ടറി ക്രെഡിറ്റേഴ്സും നോട്ട് ചെയ്തോ? അപ്പോൾ ബോറോയിങ് പഠിക്കുക. ബോറോയിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിലേക്ക് എടുത്തിട്ടുള്ള ലോണാണ്. ട്രേഡ് പേയബിൾസ് പറഞ്ഞു, ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും. ഇനി വല്ല പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, ഷോർട്ട് ടേമിലേക്ക് വല്ല പ്രൊവിഷൻ ഉണ്ടെങ്കിൽ എടുത്ത് എഴുതുക. പിന്നെ കറണ്ട് ടാക്സ് ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ എടുത്ത് എഴുതുക. ടോട്ടൽ ചെയ്യുക കേട്ടോ. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ അസറ്റ് ലൈബിലിറ്റി ടാലി ആവും. ഇപ്പോൾ ലൈബിലിറ്റീസ് മാത്രമേ പറഞ്ഞുള്ളൂ. ലൈബിലിറ്റീസിൻ്റെ 3 ഹെഡ് എല്ലാവർക്കും ക്ലിയർ ആയോ? ആ 3 ഹെഡ് ഒന്ന് ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. ഇക്വിറ്റി, നോൺ കറന്റ് ലയബിലിറ്റീസ്, കറന്റ് ലയബിലിറ്റീസ്. വെരി ഗുഡ്. ഇക്വിറ്റിയിൽ 2 എണ്ണം, ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റിയും. നോൺ കറൻറ്റിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ബോറോയിങ് പഠിക്കണം, പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ്. കറണ്ട് ലയബിലിറ്റീസിൽ ബോറോയിങ്, ട്രേഡ് പേയബിൾസ്, അതർ കറണ്ട് ലയബിലിറ്റി, പ്രൊവിഷൻസ്, കറണ്ട് ടാക്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അസറ്റിലേക്ക് പോയാലോ? റെഡിയാണോ? അസറ്റിലേക്ക് പോവാം. റെഡിയാണോ എല്ലാവരും? ഓക്കെ ആണോ? അസറ്റിൽ മക്കളെ ആകെ 2 ഹെഡേ ഉള്ളൂ. അസറ്റിൽ എത്ര ഹെഡേ ഉള്ളൂ? നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. ലൈബിലിറ്റീസിൽ 3 ഹെഡ് ഉണ്ടായിരുന്നു. ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി, കറണ്ട് ലൈബിലിറ്റി. പക്ഷേ അസറ്റിൽ ആകെ 2 ഹെഡേ ഉള്ളൂ. നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. ഏതൊക്കെയാണ് 2 ഹെഡ്? നോൺ കറണ്ട് അസറ്റിൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ് PPE. എന്താണ് PPE എന്ന് പറഞ്ഞാൽ? പ്രോപ്പർട്ടി, മക്കളെ ഒരു കാര്യം ഓർത്ത് വെച്ചോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫർണിച്ചർ, പ്ലാന്റ്, ബിൽഡിങ്, മെഷീനറി എന്നൊക്കെ പറഞ്ഞ് കുറേ ഫിക്സഡ് അസറ്റ് തരാറില്ലേ ക്വസ്റ്റ്യനിൽ? അതൊന്നും നിങ്ങൾ വേറെ എവിടെയും കൊണ്ട് എഴുതരുത്. അതൊക്കെ ബാലൻസ് ഷീറ്റിൽ ഏത് ഹെഡിൻ്റെ താഴെ എഴുതേണ്ടത്? നോൺ കറണ്ട് അസറ്റിലെ പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് ഇക്വിപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് അക്കൗണ്ട് വരയ്ക്കണം. മറ്റേതുപോലെ തന്നെ അടിയിൽ വർക്കിംഗ് നോട്ടിൽ 1 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇവിടെയും ചെയ്യണം, ബാലൻസ് ഷീറ്റിലും കേട്ടോ. ക്ലിയർ ആയോ? ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഈ പറയുന്ന അസറ്റുകൾക്ക് വല്ല ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ അത് കുറച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് എഴുതാൻ. ക്ലിയർ ആയോ? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെയാണ്. അതെടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എന്തുണ്ടെങ്കിൽ കുറയ്ക്കണം? അടുത്ത ഹെഡ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തരും. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് തരും. അത് വെറുതെ എടുത്ത് എഴുതിയാൽ മതി. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇതൊക്കെ ഡയറക്റ്റ്ലി തരുന്ന സാധനങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ട്രേഡ് റിസീവബിൾ ഇതിൽ വരില്ല. ലോങ് ടേമിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ലോണാണ്. പിന്നെ ബയോളജിക്കൽ അസറ്റ്, ഡെഫേർഡ് ടാക്സ് അസറ്റ്, ഇതിലൊന്നും അധികം ഐറ്റംസ് ഇല്ല. ഇത് അതേ ഹെഡിലേ തരുള്ളൂ ക്വസ്റ്റ്യനിൽ കേട്ടോ. ഇത് അതേ ഹെഡിൽ തരുള്ളൂ, വേറെ അതർ ഐറ്റംസ് ആയിട്ട് തരാറില്ല. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തരും. ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇത്രയും കാര്യങ്ങൾ. അടുത്താണ് കറണ്ട് അസറ്റ്.
അടുത്ത ഹെഡ് ഏതാണ്? അസറ്റിൽ 2 ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞു, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. നോൺ കറണ്ട് അസറ്റ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി കറണ്ട് അസറ്റിലെ ഫസ്റ്റ് ഐറ്റം മക്കളെ നോട്ട് ചെയ്തോ, ഇൻവെൻട്രീസ്. എന്താ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അറിയാമോ മക്കളെ? നോട്ട് ചെയ്ത് വെച്ചോ. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇൻവെൻട്രീസ് പറഞ്ഞാൽ എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ SOP എടുക്കാറുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കാറുണ്ടോ? എക്സ്പെൻസിൽ എന്തിലെടുക്കാറുണ്ട്? ചേഞ്ച് ഇൻ ഇൻവെന്ററി ഓർമ്മയുണ്ടോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്യുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചിട്ട് ഓപ്പണിംഗ് ഡേറ്റിൽ സ്റ്റോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യുന്ന ക്ലോസിംഗ് കുറച്ചിട്ട് എഴുതാറില്ലേ അവിടെ? അവിടുത്തെ ആ ക്ലോസിംഗ് എവിടെയും കൂടി എഴുതണം, ബാലൻസ് ഷീറ്റിൽ എവിടെയും കൂടി എഴുതണം? കറണ്ട് അസറ്റിൽ ഇൻവെന്ററീസിൽ എഴുതണം. നോട്ട് ചെയ്തോ കേട്ടോ. ഇനി ഫിനാൻഷ്യൽ അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ട്രേഡ് റിസീവബിൾ, നേരത്തെ ഞാൻ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാന്ന് പറഞ്ഞു? കറണ്ട് ലൈബിലിറ്റീസിലെ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാന്ന് പറഞ്ഞു ഞാൻ? ബിൽസ് പേയബിൾ. അപ്പൊ എന്തായിരിക്കും ട്രേഡ് റിസീവബിൾസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സൺട്രി ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾ. നോട്ട് ചെയ്തോ കേട്ടോ. ട്രേഡ് റിസീവബിൾസ് പറഞ്ഞാൽ സൺട്രി ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെടുത്ത് എഴുതണം. ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ ക്വസ്റ്റിൽ തരില്ലേ? കയ്യിലുള്ള ക്യാഷ്, ബാങ്കിലുള്ള പൈസ, ഇതൊക്കെ നിങ്ങൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ വേണം എഴുതാനായിട്ട്. ബാങ്ക് ബാലൻസ് അതന്നെ ഇപ്പോൾ പറഞ്ഞ സാധനം തന്നെ. ഇനി വരുന്നതാണ് നമ്മുടെ ലോൺസ്. അതൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ കറണ്ട് ടാക്സ് അസറ്റ്, അതർ കറണ്ട് അസറ്റ്. ഈ അതർ കറണ്ട് അസറ്റിലൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരാം കേട്ടോ. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വരാം. അതുപോലെ അതർ കറണ്ട് ലൈബിലിറ്റീസിൽ വരാം. മറ്റേ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒക്കെ വേണമെങ്കിൽ അതർ കറണ്ട് ലൈബിലിറ്റീസിൽ വരാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഫോർമാറ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? റെഡിയാണോ? നിങ്ങൾ ഓരോ ഐറ്റംസ് പറയണം കേട്ടോ. ഞാൻ പറയുന്ന ഓരോ ഐറ്റംസ് നിങ്ങൾ ഏത് ഹെഡിലാണ് വരാമെന്ന് പറയാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് അമർ ലിമിറ്റഡ് ആസ് ഓൺ 31st March 2019. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് ഇക്വിപ്മെന്റ്സ് എവിടെ വരാം? നോൺ കറണ്ട് അസറ്റ് തൊട്ട് താഴെ PP എന്ന് പറഞ്ഞ് എഴുതാം അല്ലെ? പ്രോപ്പർട്ടി പ്ലാൻ ഇക്വിപ്മെന്റ് എന്ന് എഴുതാം. ഇനി ഗുഡ് വില്ലോ? നോൺ കറണ്ട് അസറ്റിൽ ഗുഡ് വിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. ഇക്വിറ്റി ക്യാപിറ്റൽ, അത് ക്യാപിറ്റലാണ്. അപ്പോൾ എവിടെ എഴുതാം? ലൈബിലിറ്റീസിൽ. ഇക്വിറ്റിയിൽ ലൈബിലിറ്റീസിൻ്റെ അണ്ടറിൽ ഇക്വിറ്റിയിൽ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ എഴുതണം. 8% ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള ലൈബിലിറ്റിയാണ്. അപ്പോൾ നോൺ കറണ്ട് ലൈബിലിറ്റീസിൽ എഴുതാം കേട്ടോ. ക്ലിയർ? ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്സോ? പറഞ്ഞു നമ്മൾ ഡയറക്റ്റ്ലി തരുന്ന സാധനമാണ് അസറ്റിൽ. നോക്കി, രണ്ടാമത്തെ ഐറ്റം പ്രോപ്പർട്ടി പ്ലാൻ ഇക്വിപ്മെന്റ് തൊട്ട് താഴെയുള്ള സാധനം എന്താ? ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ? അപ്പോൾ അത് എഴുതി. പേറ്റന്റ് റൈറ്റ്, ഫ്രാഞ്ചൈസി, ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ പെടാന്നറിയോ? പേറ്റന്റ് റൈറ്റ്, ഫ്രാഞ്ചൈസി, ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റാണ് കേട്ടോ. ഗുഡ് വില്ലൊക്കെ പോലെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. നോട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റിൽ എഴുതണം. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എവിടെ എഴുതണ്ടേ? ഡയറക്റ്റ്ലി നമ്മുടെ ഹെഡിങ്ങിലുണ്ട്. മൂന്നാമത്തെ നോൺ കറണ്ട് അസറ്റിൽ മൂന്നാമത്തെ എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അല്ലേ? അല്ലേ? അടുത്ത നിങ്ങൾ പറഞ്ഞ മക്കളെ ജനറൽ റിസർവ്, സർപ്ലസ്, ഇതൊക്കെ എവിടെ വരിക? അതർ ഇക്വിറ്റി. ഇക്വിറ്റി ലൈബിലിറ്റീസിൽ ഇക്വിറ്റിയുടെ താഴെ രണ്ടെണ്ണം ഉണ്ട്. ഷെയർ ക്യാപിറ്റലും റിസർവ് സർപ്ലസ് അല്ലെ? അതർ ഇക്വിറ്റി. അതിനകത്താണ് ജനറൽ റിസർവും സർപ്ലസും എഴുതേണ്ടത്. ചിലപ്പോൾ നിങ്ങളതിന് വർക്കിംഗ് നോട്ട് വരച്ചോട്ടെ വേണമെങ്കിൽ. ഇനി പ്രൊവിഷൻ വെറും പ്രൊവിഷൻ അല്ല, പിന്നെ എന്താ നിങ്ങളെ? പ്രൊവിഷൻ ഫോർ കണ്ടിജൻസീസ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പ്രൊവിഷനാണ്. അപ്പോൾ അത് ഇതിൽ പെടുക നോൺ കറണ്ട് ലൈബിലിറ്റീസ്. വെറുതെ പ്രൊവിഷൻ തരികയാണെങ്കിൽ എവിടെയായിരുന്നു? കറണ്ട് ലൈബിലിറ്റി. ഇനി ഷോർട്ട് ടേം ബോറോയിങ്, വെറും ബോറോയിങ് അല്ല, ഷോർട്ട് ടേമിലോട്ടുള്ളത്. അപ്പൊ നോൺ കറണ്ട് ആണോ കറണ്ട് ആണോ? കറണ്ട്. ട്രേഡ് പേയബിൾസ് എവിടെ വരിക? കറണ്ട്. ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ്. അപ്പൊ ഇതിലെ വരിക അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ്. ഇൻവെന്ററീസ് എവിടെ വരിക? അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്. ട്രേഡ് റിസീവബിൾ കറണ്ട് അസറ്റ്. കറണ്ട് ടാക്സ് അസറ്റ് കറണ്ട് അസറ്റ്. 9% ടേം ലോൺ. ഈ ലോൺ എന്ന് പറഞ്ഞാലേ നമ്മൾ ലോൺ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അസറ്റ് അല്ലേ?
അല്ലേ? Yes. അപ്പോൾ അസറ്റ്. ഈ ക്യാഷ് ആൻഡ് ബാങ്കോ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതൊക്കെ എവിടെ വരിക? അസറ്റിൽ ഏത് ഹെഡിൽ? Current asset, other current assets. കറണ്ട് അസറ്റിൽ അതർ കറണ്ട് അസറ്റ് അല്ല, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്. Other cash equivalents. ഇനി കറണ്ട് ടാക്സ് ലൈബിലിറ്റീസ് ഉണ്ട്, അത് കറണ്ട് ലൈബിലിറ്റീസിൽ എഴുതാം. സിമ്പിൾ അല്ലേ? ഓക്കെ, എന്ത് സുഖം നോക്കിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ. കത്തിയോ പറഞ്ഞത്? മനസ്സിലായോ മക്കളെ? Yes, sir. ഇവർ ട്രേഡ് ലോൺസ് അസറ്റായിട്ടല്ല ട്രീറ്റ് ചെയ്തത്, ലൈബിലിറ്റി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടേം ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനി എടുത്തിട്ടുള്ള ലോണാണ് കേട്ടോ. നമ്മുടെ കമ്പനി പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ലോണാണ്. അപ്പോൾ ഞാൻ ഈ അസറ്റുകളുടെ ഇടയിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അസ്യൂം ചെയ്തതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഈ കമ്പനി പുറത്തുനിന്ന് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണാണ്. അപ്പോൾ ലോണാണെങ്കിൽ അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മസ്റ്റായിട്ട് എന്തായിരിക്കും? ലോൺ ലോങ് ടേം. ലോങ് ടേം ആണെങ്കിൽ നോൺ കറണ്ട് ലൈബിലിറ്റി ആണോ കറണ്ട് ലൈബിലിറ്റി ആണോ? നോൺ കറണ്ട് ലൈബിലിറ്റീസിൽ നിങ്ങൾ ആ ഡിബഞ്ചറിൻ്റെ കൂടെ കാണിച്ചാലും മതി കേട്ടോ. അപ്പോൾ അവിടെ വർക്കിംഗ് നോട്ട് വരച്ചിട്ടുണ്ട്, ഡിബഞ്ചർ ടേം ലോൺ കൂടി ആഡ് ചെയ്തിട്ട് ബോറോയിങ്സിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. കടം മേടിച്ചു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾക്ക് എത്ര വർക്കിംഗ് നോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വർക്കിംഗ് നോട്ട് വരയ്ക്കാം. ഈ ആൻസർ പോലെ തന്നെ വേണമെന്നില്ല, പക്ഷേ ബാലൻസ് ഷീറ്റ് ടാലി ആവണം, അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ആദ്യം അസറ്റാണ് ലൈബിലിറ്റി ആണ് നിങ്ങൾ ചെയ്യാൻ പോണേ? ലൈബിലിറ്റി ചെയ്താൽ മതി കേട്ടോ. കാരണം വെച്ചാൽ പി കെ ലാസറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമാണ് ഇങ്ങനെ കിടക്കണേ. വിനോദ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ലൈബിലിറ്റി കിടക്കുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? പറഞ്ഞ ഹോംവർക്ക് ചെയ്തോളൂ. ഇത് ഞാൻ ഹോംവർക്ക് തരാം. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് അമൂല്യ ലിമിറ്റഡ്. ട്രേഡ് റിസീവബിൾസ് ഉണ്ട്. എവിടെ വരെ ട്രേഡ് റിസീവബിൾസ്? ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റിയിൽ വരും. നമുക്കറിയാം ലൈബിലിറ്റീസിലെ ഫസ്റ്റ് ഹെഡ് ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ വരും. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്, കറണ്ട്. പ്രോപ്പർട്ടി പ്ലാൻ ഇക്വിപ്മെന്റ് നോൺ കറണ്ട് അസറ്റ്. ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്. റീറ്റെയിൻ ഏണിങ്സ് പറഞ്ഞാൽ ഏണിങ്സ് ആണ് കേട്ടോ, അതായത് സർപ്ലസ് ആണ്. അപ്പോൾ അതർ ഇക്വിറ്റിയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഡെഫേർഡ് ടാക്സ് അസറ്റ് എവിടെ വരിക? നോൺ കറണ്ട് അസറ്റ്. അതർ കറണ്ട് അസറ്റ് ഉണ്ട്. ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഷോർട്ട് ടേം ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണല്ലേ, അത് 2 മാസത്തിലൊക്കെ പെട്ടെന്ന് തിരിച്ചടക്കേണ്ടതാണ്, അതുകൊണ്ട് ഷോർട്ട് ടേം ആണ്. അപ്പോൾ ഇതിൽ പെടുക നോൺ കറണ്ട് ലൈബിലിറ്റി ആണോ കറണ്ട് ലൈബിലിറ്റി ആണോ? പക്ഷെ ബാങ്ക് ലോൺ ആണെങ്കിലോ, നേരത്തെ പറഞ്ഞു ടേം ലോൺ പോലെ ബാങ്ക് ലോൺ ആണെങ്കിൽ ഇതിൽ പെടുക ട്രേഡ് പേയബിൾസ്, കറണ്ട് ലൈബിലിറ്റി. ഇനി പ്രൊവിഷൻ, വെറും പ്രൊവിഷൻ ആണോ മക്കളെ? എൻവയോൺമെന്റൽ റെസ്റ്റോറേഷൻ പ്രൊവിഷൻ ആണ്. അപ്പോൾ ഇതിൽ പെടുക ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയുള്ള പ്രൊവിഷൻ ആണെങ്കിൽ നോൺ കറണ്ട് ലൈബിലിറ്റി ആണ്. ഷോർട്ട് ടേം പ്രൊവിഷൻ, അപ്പോൾ അത് എവിടെയാണ് വരിക? കറണ്ട് ലൈബിലിറ്റി. ഇനി കറണ്ട് ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ കറണ്ട് ലൈബിലിറ്റി ആണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ബാലൻസ് ഷീറ്റ് വരച്ച് ടാലിയാക്കാൻ. സെറ്റാണോ? ചോദിച്ചോ. ഈ സബ് ടൈറ്റിൽ ഇല്ലെങ്കിലും അസറ്റ് ലയബിലിറ്റി മാത്രം അങ്ങനെ നോക്കിയാൽ മതിയോ? അതിന് ഓർഡർ വേണമെന്നില്ല. അടിയിൽ നിങ്ങൾ എഴുതി പൊക്കോ, കുഴപ്പമില്ല. ഇൻ കേസ് ആ സമയത്ത് അതില്ലാന്ന് വിചാരിച്ച് മാർക്കൊന്നും കുറയ്ക്കില്ല. പക്ഷെ കറക്റ്റ് ആ ഹെഡിൽ എഴുതണം. ഇത് നോൺ കറണ്ട് അസറ്റിൻ്റെ താഴെയും കറണ്ട് അസറ്റിൻ്റെ താഴേക്ക് എഴുതാൻ ശ്രദ്ധിച്ചോളൂ. ഓർഡർ മാറിക്കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇത്ര എടുക്കാം, നമുക്ക് ലൈബിലിറ്റീസിൻ്റെ വരെ. ഇനി നമുക്കിനി രണ്ടും കൂടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അടക്കമുള്ള എസ് എ പ്രോബ്ലമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ.